സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്ര മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാന്തന സാജു വിവരങ്ങൾ നൽകും. സ്വാന്തന, അപ്പോൾ ആശ്വസിക്കാൻ സമയമായിട്ടില്ല. ഇന്നും വരും ദിവസങ്ങളിലും മഴ, ശക്തമായ മഴയും ഒറ്റപ്പെട്ട മഴയും എല്ലാം സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും പ്രതീക്ഷിക്കണം അല്ലെ? എങ്ങനെയൊക്കെയാണ് മുന്നറിയിപ്പുകൾ? ഷിയാസ് പറഞ്ഞതുപോലെ തന്നെയാണ്, ആശ്വസിക്കാൻ സമയമായിട്ടില്ല. 2 ജില്ലകളിൽ കൂടി നമ്മൾ ജാഗ്രത, അതും ഇന്നും നാളെയും ഈ 2 ദിവസം കൂടി ജാഗ്രത തുടരണം എന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അത് മാത്രവുമല്ല, ഇനിയിപ്പോൾ ഇന്നത്തെ മുന്നറിയിപ്പിലേക്ക് വരികയാണെങ്കിൽ 3 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഷിയാസ് നൽകിയിരിക്കുന്നത്. 3 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് നിലവിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, പത്തനംതിട്ടയും കോട്ടയം ഒക്കെ ഇപ്പോഴും ഈ ജില്ലകളുടെയൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോഴും വെള്ളമിറങ്ങാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇത്രയും അധികം മഴ പെയ്യും, തീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജാഗ്രത അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ എടുക്കേണ്ട ഒരു 2 ദിവസങ്ങളാണ് ഇന്നും നാളെയും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് മാത്രമല്ല, 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ഈ 5 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. നാളെയും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുള്ള 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുള്ള ഒരു ദിവസമാണ്. അതിന്റെ തൊട്ടടുത്ത ദിവസവും വ്യാപകമായി മഴയുണ്ടാകും. പക്ഷേ ഒറ്റപ്പെട്ട മഴ മാത്രമാകും ഉണ്ടാകുക. അതിനുശേഷം മഴ കുറയും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഒരു 3 ദിവസം ഇതേ രീതിയിൽ തന്നെ മഴയുണ്ടാകും. പിന്നീട് മഴ കുറയും എന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ശരി സ്വാന്തന.